ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഗോൾഡൻ ബ്ലഡ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മാർക്ക് പറയുന്ന ഒരു വോയിസ് ഓവറാണ് കേൾപ്പിക്കുന്നത്. അതായത് ഈ ലോകത്ത് മനുഷ്യരെന്ന് പറയുന്ന ക്രിയേച്ചേഴ്സ് മാത്രമല്ല ഉള്ളത്, മനുഷ്യരെ പോലെ ഇരിക്കുന്ന, അവരുടെ ഇടയിൽ ജീവിക്കുന്ന, അവരെക്കാളും ഒരുപാട് പവർഫുള്ളായിട്ടുള്ള, അത് മരണമില്ലാത്തതായിട്ടുള്ള ഒരു ക്രിയേച്ചറും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സീൻ നമ്മളെ കാണിക്കുവാണ്. ആ സീനിലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു വാമ്പയറായിട്ടുള്ള പെണ്ണ്, ഒരു മനുഷ്യനായിട്ടുള്ള പയ്യൻ, ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് തോന്നുന്നു. എന്തായാലും അവർ കിസ് ചെയ്തിട്ട് ചെറുതായിട്ട് ഇൻറ്റിമേറ്റ് ആവാനായിട്ട് വരുന്നതും അവളാണെങ്കിൽ അവൻ്റെ കഴുത്തിലേക്ക് കടിച്ച് അവൻ്റെ ബ്ലഡ് കുടിക്കാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് കറക്റ്റ് താര എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ലേഡി അങ്ങോട്ടേക്ക് കയറുന്നത്. അവരാണെങ്കിൽ ഈ വാമ്പേഴ്സിൻ്റെ ഇടയിലെന്തോ ഭയങ്കര ലീഡറായിട്ട് നിൽക്കുന്ന ലേഡിയാണെന്ന് തോന്നുന്നു. അവരെക്കുറിച്ച് കൂടുതലൊന്നും ഇവിടെ പറയുന്നില്ല, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അതേസമയം അവിടെ മാർക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും വന്നിട്ട് നിൽക്കുന്ന ടൈമിന് മാർക്കിൻ്റെ അടുത്ത് ആ ഒരു പെണ്ണിനെ പിടിച്ച് മാറ്റ്, അവളാണെങ്കിൽ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് അവൾക്കുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ആ വാമ്പയറായിട്ടുള്ള പെണ്ണാണെങ്കിൽ അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറയുന്നുണ്ട്. അതേസമയം താരയാണെങ്കിൽ നീയാണെങ്കിൽ റൂൾസ് തെറ്റിക്കാൻ പോയതല്ലേ, അതുകൊണ്ട് ഇനി നീ റൂൾസ് പഠിച്ചതിന് ശേഷം ഈ ലോകത്തിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അതേസമയം താര ആ ഒരു പയ്യൻ്റെ മെമ്മറിയിൽ നിന്ന് ഇവളുടെ ഓർമ്മ എന്തോ എടുത്ത് കളയുന്നുമുണ്ട്. അതേസമയം മാർക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ടോങ്ങിനെ കൊണ്ടുവന്ന ഒരു കടയുണ്ടല്ലോ രാത്രി, ആ കടയുടെ ഓണറിൻ്റെ പേര് വാൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ പയ്യൻ്റെ മുന്നിൽ എന്തോ ഒരു ഫുഡ് കാണിച്ചിട്ട് ഇപ്പം നടന്ന കാര്യങ്ങളെല്ലാം നീ അങ്ങ് മറന്നു പോകാനും പറയുന്നുണ്ട്. ആ സമയമാണ് ആ വാമ്പയറായിട്ടുള്ള പെൺകുട്ടി എന്ത് റൂളാണ് തെറ്റിക്കാൻ നിന്നേന്ന് നമ്മളെ കേൾപ്പിക്കുന്നത്. ആ റൂളാണ് ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂള്. അതായത് വാമ്പയേഴ്സിന് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കണമെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യനെ കൊല്ലാൻ പാടില്ല എന്ന്. എന്നാൽ ഈ പെൺകൊച്ചി ഇപ്പോൾ അവൻ്റെ ബ്ലഡ് കുടിച്ച് അവനെ കൊല്ലാനായിരുന്നു നോക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഇവർ കറക്റ്റ് കയറി വന്നിട്ട് അവൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇങ്ങനെ ഒരു റൂൾ ഉള്ളത് കൊണ്ട് തന്നെ മനുഷ്യരെ കൊല്ലാതിരിക്കാനായിട്ട് വാമ്പയേഴ്സ് അവരുടെ പൈസയും കണക്ഷനും ഒക്കെ ഉപയോഗിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ബ്ലഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതേസമയം ഈ റൂള് ബ്രേക്ക് ചെയ്യുന്നവരും ഒത്തിരി പേരുണ്ട്, അത് കീപ്പ് ചെയ്യുന്നവരും ഒത്തിരി പേരുണ്ട്. എന്നാൽ എല്ലാവർക്കും അങ്ങനെയും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡറുണ്ട്, അതാണ് താര. പക്ഷേ താരയുടെ പവറിനേക്കാളും ഒട്ടും തന്നെ കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്തതിൻ്റെ അത്രയ്ക്ക് പവറുള്ള ഒന്നാണ് ഗോൾഡൻ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പ്രസൻറ്റിലേക്ക് വരികയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ടോങ്ങിന് മാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ എപ്പിസോഡ് എവിടെയാണ് എൻ്റേത് ആ ഭാഗം തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആ സമയം ടോങ് അപ്പോൾ എനിക്ക് അവരെക്കാളും പവറുണ്ടെന്നാണോ പറയുന്നതെന്ന് വെച്ചപ്പോൾ മാർക്ക് അതേന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന ഗോൾഡൻ ബ്ലഡൊക്കെ ഉള്ള ആൾ ഞാനാവാൻ സാധ്യതയില്ല, നിനക്ക് ആൾ മാറിപ്പോയായിരിക്കും എന്ന് പറയുമ്പോൾ മാർക്ക് അല്ല, നീ തന്നെയാണ്. 20 വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചുമതല കിട്ടിയത്. അതായത് ടോങ് ജനിച്ച ഒരു ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ടോങ് ആണെങ്കിൽ ശരി ഇനി ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് വെച്ചപ്പോൾ മാർക്കാണെങ്കിൽ എന്തിനാ പോകുന്ന വഴിക്ക് വല്ല വാമ്പയേഴ്സും വന്ന് നിന്നെ കടിച്ച് തിന്നാനാണോ ഇവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ ഇവിടെ നിന്നാലും കടിച്ച് തിന്നൂല എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം നീ ഒരു വാമ്പയർ അല്ലേ. പിന്നെ ഇവിടെയുള്ള ആ ഒരു ലേഡി, എന്താ അവരുടെ പേര്, വാൻ, അവരും വാമ്പയറാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇതെല്ലാം വന്ന് നിന്ന് വാൻ കേട്ടോണ്ടിപ്പോണ്ടായിരുന്നു. വാനപ്പോൾ ഞാൻ വാമ്പയറാണോ എന്നാണ് ചോദിച്ചത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ഒരുമാതിരി ചമ്മുന്നുണ്ട് നമ്മുടെ ടോങ്. എന്നിട്ട് വാനിനെ പതുക്കെ നോക്കിയിട്ട് നിങ്ങൾ എപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി എന്ന് പറഞ്ഞിട്ട് ടോങ്ങിനാണെങ്കിൽ ഇത് നീ കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു സ്നാക്സ് എന്തോ കാണിക്കുന്നുണ്ട്. അങ്ങനെ ടോങ് അതിൻ്റെ അടുത്തേക്കൊന്ന് നോക്കുന്നതും അതിൻ്റെ സ്മെല്ല് അവന് കിട്ടുന്നുണ്ട്. ഉടനെ തന്നെ അവൻ്റെ ബോധവും പോകുന്നുണ്ട്. മാർക്കാണെങ്കിൽ അവനെ പിടിക്കുന്നുണ്ട്. ആ സമയം വാനാണെങ്കിൽ നീ പൊക്കോ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന് മാർക്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന മാർക്കാണെങ്കിൽ തിരിച്ച് ആ ഒരു ഇവൻ്റ് നടക്കുന്നതിൻ്റെ അവിടെയുള്ള അവൻ്റെ റൂമിലേക്ക് വരുന്നുണ്ട്. അവൻ്റെ റൂമിൽ നിന്ന് നേരത്തെ ടോങ്ങിനെയും കൊണ്ട് എസ്കേപ്പ് ആവുന്ന ടൈമിന് അവിടെ ഫുള്ള് റൂം അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ടിപ്പോൾ അവനതെല്ലാം ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നഗാൻ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് നീ ഇവിടെ ഉണ്ടായിരുന്നോ, റൂം മൊത്തം അലങ്കോലമാണല്ലോ, എന്താ കാര്യം എന്ന് വയ്ക്കുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ കാര്യം തുറന്നു പറയുന്നില്ല. കാരണം ടോങ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നഗാൻ ഉറപ്പായിട്ടും ടോങ്ങിനെ പിടിച്ചിരിക്കും. പവർ അവന് വരും, കാരണം ഈ ഗോൾഡൻ ബ്ലഡ് ആരുടെ കയ്യിലുണ്ടോ അയാൾ പവർഫുള്ളാവും. അങ്ങനെ ഒരു റീസൺ. അതുകൊണ്ട് തന്നെ വാമ്പേഴ്സിന് മുന്നിൽ പെട്ട് കഴിഞ്ഞാൽ ടോങ്ങിനെ ആരും ജീവനോടെ വിട്ടേക്കത്തില്ല. അതുകൊണ്ട് കൂടിയാണ് മാർക്കിപ്പോൾ എന്ത് വിലയോട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നഗാനാണെങ്കിൽ എന്താ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നതെന്ന് നോക്കുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ അതിന് മറുപടി കൊടുക്കാതെ ഇതിനുള്ള ക്യാഷ് ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ലിവിങ് റൂമിൻ്റെ അങ്ങോട്ടേ ചെന്നിരുന്ന് സംസാരിക്കുകയാണ്. ആ സമയം കൂടെ തന്നെ ആ ഒരു ബ്രാൻഡ് അംബാസിഡറായിട്ട് ജോയിൻ ചെയ്ത ആ ഒരു പെങ്കൊച്ചും ഇവൻ്റെ കൂടെ ഇപ്പോൾ നഗാൻ്റെ കൂടെ ആ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ടൈമിന് നഗാനാണെങ്കിൽ നീ എന്താ ഇവൻറ്റിൽ വരാത്തെ, നിന്നെ ഇങ്ങനെ അവിടെ വെച്ച് കണ്ടില്ലല്ലോ, ഇവൻറ്റ് ബോറായിരുന്നു എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു എന്ന്
തിരിച്ച് മാർക്ക് പറയുന്നുണ്ട്. നഗാനപ്പോൾ എന്തെങ്കിലും സജഷൻ പറ, എങ്കിൽ പിന്നെ അടുത്ത ഇവൻ്റ് ഇതിനേക്കാളും അടിപൊളിയാക്കാം. അപ്പോൾ പിന്നെ നീയും താരയും എന്നെ കുറച്ചെങ്കിലും ബെറ്ററായിട്ട് കാണുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നേരെ മീരയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ഇപ്പോൾ മീര ഇവൻ്റെ കൂടെ ഈ റൂമിലേക്ക് വന്നതിന് കാരണം തന്നെ നഗാനാണെങ്കിൽ അവളെ ഹിപ്നോട്ടൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അവൾക്ക് പോലും അറിയാൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ നഗാനാണെങ്കിൽ അവൻ്റെ കയ്യിലൊരു കത്തി എടുത്തിട്ട് ഇവളുടെ കൈ മുറിച്ച് അവളുടെ ബ്ലഡ് കുടിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം മാർക്ക് വേണ്ടാന്ന് പറയുമ്പോൾ നഗാനാണെങ്കിൽ നീ എന്തിനാ ഇങ്ങനെ നല്ല പയ്യനെ പോലെ പെരുമാറുന്നേ? താര ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഞാൻ ഇവളെ കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ, ഇവളെ ബ്ലഡ് മാത്രമല്ലേ കുടിക്കണുള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും റൂൾസിനെതിരെയല്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവളുടെ കയ്യിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം കറക്റ്റ് അങ്ങോട്ടേക്ക് താര വന്നിട്ട് നഗാൻ നീയാണ് ഈ തെറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം നഗാൻ്റെ ഹിപ്നോട്ടൈസിങ്ങിൽ നിന്ന് മീന പുറത്തേക്ക് വരുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അവളെങ്ങനെ ഇവിടെയെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ലേ. ആ സമയം നഗാനാണെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മീനയുടെ കൈയും പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയം താര മാർക്കിനെ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയാത്തതായിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ മാർക്കാണെങ്കിൽ ഐ ആം സോറി എന്ന് പറഞ്ഞിട്ട് നടന്ന കാര്യം പറയുന്നുണ്ട്. അതായത് ടോങ് വന്നെന്നും പിന്നെ ടോങ്ങിൻ്റെ ആ ഒരു ബ്ലഡ് ഇവനാണെങ്കിൽ ആ ഒരു വന്നിരുന്ന ആ ഒരു കൈ മുറിഞ്ഞപ്പോഴുള്ള തുള്ളി ഇവൻ കുടിച്ചെന്നും പറയുന്നുണ്ട്. ആ സമയം താരയാണെങ്കിൽ മൊത്തത്തിൽ നിന്നെ കുറ്റം പറയാൻ പറ്റത്തില്ല, എന്നെയും കൂടെ പറയേണ്ടതാ. കാരണം എൻ്റെ പവർ ഉപയോഗിച്ച് അവൻ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി നിന്നെ നേരത്തെ അറിയിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി, നഗാൻ്റെ കയ്യിൽ ആ ഗോൾഡൻ ബ്ലഡ് പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. എൻ്റെ പവർ വല്ലാണ്ട് വീക്കായിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ ഞാനാണ് കറക്റ്റായിട്ടുള്ള ആളെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ താര അതെന്താ എൻ്റെ പവറും കൂടെ കുറയുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണോ, നിനക്കെന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ ചോദിക്കുമ്പോൾ മാർക്ക് അതുകൊണ്ടല്ല എന്ന് പറയുന്നുണ്ട്. താര ആ സമയം നിന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കുണ്ടായ ആ ഒരു വിഷൻ എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു സാമ്രാജ്യം നോക്കി നടത്തേണ്ടത് നീയാണെന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായതാണെന്നും പറയുന്നുണ്ട്. ഗോൾഡൻ ബ്ലഡ് ഭയങ്കര അമൂല്യമായ ഒന്നാണ്. ഇപ്പം തന്നെ 20 വർഷത്തോളം നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇനി വളരെ കുറച്ച് സമയം കൂടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഗോൾഡൻ ബ്ലഡിനെ നഗാനല്ല ആര് ശ്രമിച്ചാലും അതിനെ നശിപ്പിക്കാനോ അതിനെ എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. അതുകൊണ്ട് നീ കുറച്ച് കാലം കൂടെ ഒന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം മാർക്കാണെങ്കിൽ വാനിൻ്റെ ആ ഒരു ഷോപ്പിലേക്ക് വരുന്നതാണ്. അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം ടോങ്ങിൻ്റെ ബോധം പോയിട്ട് അവൻ അവിടെ തന്നെയായിരുന്നു കിടത്തി ഉറക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പോൾ വാനിൻ്റെ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനാണെങ്കിൽ നേരെ ടോങ് കിടന്ന് ഉറങ്ങുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവന് മറ്റെന്തിൻ്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്. അങ്ങനെ വാനിൻ്റെ അടുത്ത് ഇവിടെ വേറെ എന്തിൻ്റെ സ്മെല്ലുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് വാന് ബ്ലഡിൻ്റെ അല്ലാതെ മറ്റെന്തിൻ്റെയും സ്മെല്ല് നിനക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നുകൂടെ മാർക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ടോങ്ങിൻ്റെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അവനെ തന്നെ ക്ലോസായി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ടോങ് എഴുന്നേൽക്കുകയാണ്. പെട്ടെന്ന് മാർക്ക് ക്ലോസ് ആയിരിക്കുന്ന കാണുമ്പോൾ മാർക്ക് അവൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എഴുതിയിട്ട് ഇവനാണെങ്കിൽ അയ്യോ എന്ന് വിളിച്ചിട്ട് നീയല്ലേ എന്നൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞെന്ന് പറയുവാണ്. ആ സമയം മാർക്ക് അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ, ഇപ്പോൾ വാ, ഞാനാണെങ്കിൽ ഇനി എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ കൊണ്ടുപോകുന്ന സ്ഥലത്തൊക്കെ നീ വരണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് ആണെങ്കിൽ എന്തോ അതൊന്നും പറ്റത്തില്ല, നീ എന്തിനാ എൻ്റെ കൂടെ വരുന്നത്, അല്ലെങ്കിൽ തന്നെ നീ പറയുന്നതിനെ ഞാൻ അനുസരിക്കുന്നത്, ഞാൻ പോവാന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല, നിനക്കിപ്പോൾ സേഫായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആര് നിന്നെ എന്ത് ചെയ്യുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ, ഇപ്പം മുതൽ നിനക്ക് 21 വയസ്സാവുന്ന വരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറയുന്നുണ്ട്. ടോങ്ങപ്പോൾ ആരെങ്കിലും എന്നെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഡൗട്ട് മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്ന സമയത്ത് മാർക്ക് ഞാൻ തമാശ പറഞ്ഞല്ലോ ടോങ്, സീരിയസ് ആയിട്ട് പറയുന്നതാ, കാര്യം മനസ്സിലാക്കാനായിട്ട് പറയുന്നുണ്ട്. ടോങ്ങപ്പോൾ ഓക്കെ നീ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോ, പക്ഷേ ഇപ്പം ഞാൻ ഒന്ന് വീട്ടിലോട്ട് പൊക്കോട്ടെ, സത്യമായിട്ടും ഇന്നലെ നടന്ന കാര്യമൊന്നും ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ടോങ് പറ്റത്തില്ല, നീ എൻ്റെ കൂടെ തന്നെ വരണമെന്ന് പറയുമ്പോൾ മാർക്ക് എന്തൊരു കഷ്ടമാണ്, ഞാനെന്തിനാ നിൻ്റെ കൂടെ വരുന്നത്, എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ മാർക്കാണെങ്കിൽ ഇന്ന് തൊട്ട് നീ എൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് നിൻ്റെ കൂടെ ഒന്ന് താമസിക്കാനോ, നിന്നെ ഞാനിപ്പോൾ മീറ്റ് ചെയ്തതല്ലേ ഉള്ളൂ, അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ഒന്ന് താമസിക്കുമെന്ന് പറയുമ്പോൾ കഴിഞ്ഞ 20 വർഷമായിട്ട് നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് തിരിച്ച് മാർക്ക് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ 20 വർഷമായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ എനിക്കത് അറിയത്തില്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ടോങ് ആണെങ്കിൽ നീ അറിയാണ്ട് നിന്നെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്തേനെ, പക്ഷേ നീയല്ലേ ആ ഇവൻറ്റിന് കയറി വന്നത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. ടോങ് അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ ഇപ്പോൾ എന്തായാലും ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും, നീ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കാനായിട്ട് പറയുന്നുണ്ട്.
ടോങ് അങ്ങനെ ഓക്കെ, പക്ഷേ ഞാനാണെങ്കിൽ എൻ്റെ റൂമിലോട്ട് പോയിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോങ് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്നാൽ ഒരു സെക്കൻഡ് പോലും അവനെ മാർക്ക് വെറുതെ വിടുന്നില്ല. മാർക്ക് ഇവൻ്റെ പുറകെ കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെ അവർ നടന്നു പോകുന്ന ടൈമിലാണെങ്കിൽ ഇവർ മാർക്കറ്റിൻ്റെ ഏരിയ വഴി കയറി വരുമായിരുന്നു. ആ സമയം ടോങ്ങും ആലോചിക്കുകയാണ്, അതായത് സാധാരണ വാമ്പയേഴ്സിന് വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ശരിയാകത്തില്ലല്ലോ, അവർക്ക് സൂര്യപ്രകാശം പറ്റാറില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നിൽക്കാമെന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ സ്പീഡിനോടി വെയിലുള്ള സ്ഥലത്ത് കറക്റ്റ് ചെന്ന് നിൽക്കുന്നുണ്ട്. മാർക്കാണെങ്കിൽ ഇവനെ വിടത്തില്ല, പുറകെ വരുമെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുമ്പോൾ മാർക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വെയിലിൻ്റെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ട്. എന്നാൽ അവനൊരു കുഴപ്പമില്ല. ടോങ്ങപ്പോൾ ഇവനൊരു കുഴപ്പമില്ലേ, ഞാൻ ഇനി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ട് അങ്ങ് നടന്നു പോകുന്നുണ്ട്. എന്തൊക്കെ ശ്രമിച്ചാലും ടോങ്ങാണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കിയിട്ട് പോലും മാർക്ക് അവൻ്റെ പുറകിൽ നിന്ന് മാറുന്നേ ഇല്ല. അങ്ങനെ അവർ നടക്കുമ്പോഴാണ് ഒരു മുത്തശ്ശി റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതായിട്ട് ടോങ് കാണുന്നത്. അങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതുമ്പോഴത്തേക്കും ടോങ്ങിന് പകരമായിട്ട് മാർക്ക് വന്നിട്ട് ആ ഒരു മുത്തശ്ശീനെ ഹെൽപ്പ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്യാണ്. അങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് വിടുന്ന ടൈമിന് തന്നെ ടോങ് അവിടെ നോടി രക്ഷപ്പെട്ടിട്ട് അവിടെ കിടന്നൊരു ബസ്സിൽ കയറുന്നുണ്ട്. മാർക്ക് നോക്കിയപ്പോൾ ടോങ് ബസ്സിൻ്റെ അകത്ത് കയറിയിരിക്കുവാണ്. ടോങ് മാർക്കിനെ നോക്കിയിട്ട് ടാറ്റ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. മാർക്കിനെന്നാൽ ഒരു കൂസലുമില്ല, അവനങ്ങ് സമാധാനത്തിൽ നടന്നു വരുവാണ്. അങ്ങനെ ടോങ് ബസ്സിൽ ഇരിക്കുന്ന ടൈമിന് കണ്ടക്ടർ വന്ന് പൈസ ചോദിക്കുമ്പോഴത്തേക്കും ഇവൻ്റെ കയ്യിൽ ഫോണും ഇല്ല പേഴ്സും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ സ്റ്റോപ്പിലെത്തിയോണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ നിന്ന് പൈസ വാങ്ങിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവർ കേൾക്കുന്നില്ല. അടുത്ത സ്റ്റോപ്പിൽ തന്നെ ഇവനെ ഇറക്കി വിടാണ്. ഇവനാണെങ്കിൽ അങ്ങനെ ഇറങ്ങി നോക്കിയതും ആ സ്റ്റോപ്പിൽ അവിടെയുള്ള ബെഞ്ചിൽ ഇവനെ വെയിറ്റ് ചെയ്ത് മാർക്കിരിക്കുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നോക്കുമ്പോൾ മാർക്ക്, നിനക്ക് ബസ്സിൽ പോകണമായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ, പിന്നെ നിൻ്റെ ഫോണും നിൻ്റെ പേഴ്സും എല്ലാം ഈ ബാഗിൻ്റെ അകത്താണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് മാർക്കിൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ബാഗ് കാണിക്കുന്നുണ്ട്. ആ സമയം ടോങ് ആ തരാൻ പറയുമ്പോൾ നീയാണെങ്കിൽ നിൻ്റെ റൂമിലെത്തട്ടെ, അപ്പം ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം അതിന് എൻ്റെ റൂം എവിടെയാണെന്ന് നിനക്കറിയാമെന്ന് മാർക്കിനോട് ചോദിക്കുമ്പോൾ 20 വർഷമായിട്ട് ഞാൻ നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യല്ലേ, എനിക്കറിയാമെന്ന് പറയാണ്. ആ സമയം ടോങ് പിന്നെ എസ്കേപ്പ് ആവാൻ ശ്രമിക്കുമ്പോൾ മാർക്ക് അവൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് അവനെ വലിച്ചുകൊണ്ടിങ്ങി വരുന്നുണ്ട്. അങ്ങനെ അപ്പാർട്ട്മെൻറ്റ് എത്തിക്കഴിയുമ്പോഴത്തേക്കും എൻ്റെ ബാഗ് തരാൻ പറയുമ്പോൾ ഫസ്റ്റ് മാർക്ക് കൊടുക്കുന്നില്ല. ടോങ് അപ്പോൾ കീ കാർഡ് അതിൻ്റെ അകത്താണ്, അതുണ്ടെങ്കിൽ എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാർക്കാണെങ്കിൽ ബാഗ് കൊടുക്കുന്നതും ടോങ് കീ കാർഡ് എടുത്തിട്ട് അവിടുത്തെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറുന്നുണ്ട്. അത് ആക്ച്വലി റൂമിൻ്റെ ഡോറല്ല, ആ അപ്പാർട്ട്മെൻറ്റ് ബിൽഡിങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ഡോറാണ്. അങ്ങനെ അങ്ങോട്ടേക്ക് കയറുമ്പോഴത്തേക്കും കൂടെ കയറാനായിട്ട് മാർക്കും തുടങ്ങുന്നുണ്ട്. എന്നാൽ സെക്യൂരിറ്റി വന്നിട്ട് മാർക്കിനെ തടയുവാണ്. കാരണം കോളേജ് സ്റ്റുഡൻസിന് മാത്രം താമസിക്കാനുള്ള ആ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അതുകൊണ്ട് തന്നെ മാർക്കിനെ അതിൻ്റെ അത് കയറ്റത്തില്ല. ഇതേ സമയം അതറിയാമെന്നുള്ളത് തന്നെ ടോങ് അകത്തേക്ക് കയറി നിന്നിട്ട് മാർക്കിനെ കാണിച്ചുകൊണ്ട് 2-3 ഡാൻസ് സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. എന്നിട്ട് അവൻ റൂമിലേക്ക് ചെല്ലാണ്. റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും ടോങ്കളെ ഇവനെ കണ്ടിട്ട് നീ വന്നോ, ഇന്നലെ രാത്രി മൊത്തം നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ടോങ് ആണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്, എന്നാൽ ഞാൻ പറയുന്ന മൊത്തം സത്യമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെയാണെങ്കിൽ എന്നെ വാമ്പയർ തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്കളയാണെങ്കിൽ ടോങ് നീ എൻ്റെ ഫ്രണ്ടൊക്കെ തന്നെയാണ്, പക്ഷേ നീ ഇപ്പം പറയുന്ന സംഭവം ഉണ്ടല്ലോ അത് വളരെ വലിയൊരു മണ്ടത്തരാ, പിന്നെ നീ ഇന്നലെ രാത്രി എവിടെയായിരുന്നെന്നും എനിക്കറിയാമെന്ന് പറയുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ അതെങ്ങനെ നിനക്ക് മനസ്സിലായി നോക്കുന്നുണ്ട്. ടോങ്ങളപ്പോൾ എൻ്റെ പേര് ഉപയോഗിച്ചിട്ടല്ലേ നീ ആ ഇവൻറ്റിന് പോയത്, എന്നിട്ട് ആ ഇവൻറ്റ് തീരുന്നതിന് മുമ്പേ തന്നെ നീ ആണെങ്കിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് ആ ഇവൻറ്റിൻ്റെ ആൾക്കാരെല്ലാം എന്നെ വിളിച്ചവിടെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ ഇമേജ് പോയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ടോങ് ആണെങ്കിൽ സോറി ഞാൻ ഒരാഴ്ചത്തേക്ക് ബാത്റൂം ക്ലീൻ ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും ടോങ്കള അതൊന്നും വേണ്ട, നീ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നീ ഇപ്പോൾ സേഫായിട്ട് തിരിച്ചെത്തിയല്ലോ, എനിക്കത് മതി, ഇനിയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞിട്ട് പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചു, എനിക്ക് ആക്ച്വലി ഒരു വയ്യായികയില്ല, അതെല്ലാം ചുമ്മാ ഉള്ളൊരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ടോങ്കളെപ്പോൾ ഓഹോ ഭയങ്കര വലിയ സംഭവമാണല്ലോ, അപ്പം നീ പുറത്തു പോയപ്പോൾ വാമ്പയർ നിന്നെ തട്ടിക്കൊണ്ട് പോയി എന്ന് കണ്ടുപിടിച്ചു, പിന്നെ നിനക്ക് വയ്യാന്ന് കണ്ടുപിടിച്ചു, അപ്പം നീ ഇനി പുറത്ത് പോയിട്ട് വരുമ്പോൾ ഇതിനേക്കാളും വലിയ വലിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് തിരിച്ചു വരുമെന്ന് വെച്ചിട്ട് ഇവനൊന്ന് കളിയാക്കുന്നുണ്ട്. അതായത് ടോങ്കള ഇവൻ പറയുന്ന ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. എന്നിട്ട് ടോങ്കള ഞാൻ വർക്കിന് പോവാം, പുറത്തേക്ക് പോയേക്കരുത്, ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ടോങ്കള പോയി കഴിയുന്നതും ടോങ് ആണെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് വെച്ചിട്ട് എങ്ങനെ ഒരു വാമ്പയറിനെ ഓട്ടിക്കാം എന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് കുരിശ് ഉപയോഗിച്ച് ഓട്ടിക്കാം, മറ്റേ വെളുത്തുള്ളി ഉപയോഗിച്ച് ഓട്ടിക്കാം, പിന്നെ എന്താ ഇങ്ങനെ ലൈറ്റ് കാണിച്ച് ഓട്ടിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാണിക്കുന്നുണ്ട്. ഉടനെ തന്നെ ടോങ് ആണെങ്കിൽ 2 കമ്പെടുത്ത് കൂട്ടിക്കെട്ടി കുരിശിൻ്റെ ഷേപ്പിലുണ്ടാക്കിയിട്ട് അവൻ്റെ കട്ടിലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇല്ലാത്തതുകൊണ്ട് വെളുത്തുള്ളിയായിട്ടുള്ള ബ്രെഡ്, അതായത് ഗാർലിക് ബ്രെഡ്, ആ ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനെ എടുത്ത് കട്ടിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട് റൂമിൻ്റെ പുറത്ത് മാർക്ക് അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നു. ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ സമാധാനത്തിൽ കുളിക്കാൻ കയറുവാണ്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ സൗണ്ടായിട്ട് അവൻ നോക്കുന്നുണ്ട്, എന്നാൽ അത് പേസ്റ്റ് വന്ന് താഴെ വീണതായിരുന്നു. അങ്ങനെ അവൻ കുളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നോക്കിയപ്പോൾ മാർക്ക് അവൻ്റെ റൂമിൽ ഇരിക്കുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ നീ എങ്ങനെ എൻ്റെ റൂമിൽ കയറിയെന്ന് വെച്ചപ്പോൾ മാർക്ക് ബാൽക്കണിയുടെ ഡോറ് ലോക്ക്ഡ് അല്ലായിരുന്നു,
അങ്ങനെയാ ഞാൻ കയറിയെന്ന് പറയുന്നുണ്ട്. അതേസമയം ടോങ്ങാണെങ്കിൽ ഓടിച്ചെന്ന് ആ കുരിശെടുത്തുകൊണ്ട് വന്നിട്ട് ഇവൻ്റെ നേർക്ക് കാണിച്ചിട്ട് ഒഴിഞ്ഞു പോ എന്ന് പറയുന്നുണ്ട്. എന്നാൽ മാർക്കാണെങ്കിൽ ഈ കമ്പെന്തിനാ എൻ്റെ നേർക്ക് ചൂണ്ടുന്നതെന്ന് നോക്കുമ്പോൾ ടോങ്ങാണെങ്കിൽ അത് കമ്പല്ലടാ കുരിശാന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്കാണെങ്കിൽ ടോങ്ങിൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് മാറ്റുവാണ്. അങ്ങനെ പിന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആ ഗാർലിക് ബ്രെഡായിരുന്നു. അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ മുറിച്ച് ഒഴിഞ്ഞു പോ എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ദേഹത്തേക്ക് എറിയുമ്പോൾ മാർക്കാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എൻ്റെ ദേഹം മൊത്തം ചീത്തയാക്കാണല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ്ങാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഓടിയിട്ട് അവൻ്റെ ഗിറ്റാർ എടുത്ത് കൈ വെച്ചിട്ട് എൻ്റെ അടുത്തോട്ട് വന്നാൽ സത്യമായിട്ട് ഞാൻ അടിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ആ സമയം കുളിച്ചിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഇവർ ടവൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ടവൽ താഴേക്ക് വീഴുന്നുണ്ട്. താഴേക്ക് വീണു പോകുന്നത് ഇവ അറിയുന്നില്ല. എന്നാൽ ഇത് കണ്ടിട്ട് മാർക്കാണെങ്കിൽ തിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്നാലും ടോങ്ങാണെങ്കിൽ അതറിയാതെ ഒഴിഞ്ഞു പോകുമെന്ന് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ നിൻ്റെ ടവലെന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് നോക്കുമ്പോഴാണ് അവൻ്റെ ടവൽ പോയ കാര്യം അറിയുന്നത്. ഉടനെ തന്നെ ഗിറ്റാർ ഉപയോഗിച്ച് അവൻ മറച്ച് വെക്കുന്നുണ്ട്. അതേസമയം ടോങ്ങിൻ്റെ അടുത്ത് മാർക്ക് 10 മിനിറ്റ് സമയം തരാം, പെട്ടെന്ന് തന്നെ ബാഗ് പാക്ക് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ അവൻ ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. പാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അല്ല ഈ ആൾക്കാർ പറയുന്ന പോലെ അപ്പോൾ വാമ്പേഴ്സിന് ശരിക്കും ഈ കുരിശും വെളുത്തുള്ളിയും ഒന്നും പേടിയില്ലെന്ന് വെച്ചപ്പോൾ ഇല്ല, അതെല്ലാം മനുഷ്യരെ വാമ്പേഴ്സ് തന്നെ വിശ്വസിപ്പിച്ച ഒരു കാര്യമാണെന്ന് പറയുന്നുണ്ട്. ആസ്മ ടോങ് എന്തിനാന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ മാത്രമേ വാമ്പേഴ്സിന് മനുഷ്യരുടെ കൂടെ മനുഷ്യനാണെന്നുള്ള രീതിയിൽ താമസിക്കാൻ പറ്റുള്ളൂ. കാരണം മനുഷ്യൻ വിചാരിച്ചിരിക്കുന്നത് വാമ്പയർ രാത്രിയിൽ മനുഷ്യരുടെ ചോര കുടിക്കാൻ ഇറങ്ങുന്ന ജീവിയാണെന്നാണല്ലോ. അപ്പോൾ അവരാണെങ്കിൽ സത്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ തന്നെ പോട്ടെ, മനുഷ്യന്മാർക്ക് വാമ്പേഴ്സ് ശരിക്കും ആരാണെന്നൊന്നും അറിയത്തില്ല എന്നും പറയുന്നുണ്ട്. ആ സമയം ടോങ് അതൊക്കെ കേട്ടിരുന്നിട്ട് ഞാനാണെങ്കിൽ നിൻ്റോടങ്ങ് വരുന്നതിന് മുമ്പേ ഫുഡ് കഴിച്ചോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ടോങ്ങാണെങ്കിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുമ്പോൾ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ എനിക്ക് ഈ ടൊമാറ്റോ ജ്യൂസ് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് നീ അത് മാത്രമേ കുടിക്കുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ എല്ലാം കഴിക്കും, പക്ഷേ ഒന്നിൻ്റെയും സ്മെല്ലോ ടേസ്റ്റോ ഒന്നും എനിക്ക് അറിയാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഓർഡർ ചെയ്ത ഫുഡ് ഇവർ കഴിക്കുന്ന ടൈമിൽ മാർക്കാണെങ്കിൽ ആ ടൊമാറ്റോ ജ്യൂസ് മാത്രം കുടിക്കുകയാണ്. ആ സമയം അവൻ വീണ്ടും എന്തിൻ്റെ സ്മെല്ല് അറിയാൻ പറ്റുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ടോങ്ങിൻ്റെ അടുത്ത് ആ ഫുഡൊന്ന് എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ടോങ്ങാണെങ്കിൽ അവന് കഴിക്കാനായിട്ട് ഒരു സ്പൂൺ കൊടുക്കുമ്പോൾ കഴിക്കുന്നതിന് പകരം മാർക്ക് അത് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ട് ടോങ്ങിൻ്റെ കൈയുമൊക്കെ ആ സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. കണ്ടിട്ട് ഒരു ഫുഡിൻ്റെ സ്മെല്ലറിയാൻ പറ്റാതിരുന്ന മാർക്കിന് ഇപ്പം അതിൻ്റെയൊക്കെ സ്മെല്ല് ചെറുതായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഒരുപക്ഷേ ടോങ്ങിൻ്റെ ആ ഒരു ഗോൾഡൻ ബ്ലഡ് ഇവൻ്റെ ഉള്ളിലേക്ക് പോയതിൻ്റെ അങ്ങനെയുള്ള പവറും കിട്ടിയതായിരിക്കും അവന്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന ടൈമിന് ടോങ്ങിൻ്റെ അടുത്ത് ആ ഗിറ്റാർ എടുത്ത് കൊടുത്തിട്ട് മാർക്ക് നീ ഇത് എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ടോങ് അപ്പോൾ ആ ഞാൻ അതും കൊണ്ടുപോകുന്നുണ്ട്, അല്ല പോകുന്നതിന് മുമ്പേ ഞാൻ ഈ ഗിറ്റാറും കൂടെ ഒന്ന് പ്ലേ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാർക്കാണെങ്കിൽ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ടോങ് അത് പ്ലേ ചെയ്യുന്ന ടൈമിലാണ് നമ്മളൊരു കാര്യം കാണിക്കുന്നത്. അവൻ്റെ ബർത്ത്ഡേന്ന് അവന് ഗിഫ്റ്റ് വെച്ചിട്ട് പോയത് മാർക്ക് തന്നെയായിരുന്നു. ആ സമയം ടോങ്ങും ഇപ്പോൾ ചോദിക്കുകയാണ് ഈ ഗിഫ്റ്റ് നീ എനിക്ക് തന്നെയാണോ എന്ന്. ആ സമയം മാർക്ക് അത് അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നീ അത് പറഞ്ഞാലേ ഞാൻ നിൻ്റെ കൂടെ വരുള്ളൂ എന്ന് ടോങ് പറയാണ്. മാർക്കപ്പോൾ എൻ്റെ ജോലി നിൻ്റെ ബ്ലഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണെന്ന് പറയുമ്പോൾ തന്നെ കറക്റ്റ് ആ ഗിറ്റാറിൻ്റെ സ്ട്രിങ് കയറി കൊണ്ടിട്ട് വീണ്ടും ടോങ്ങിൻ്റെ വിരലിൽ മുറുകിയിട്ട് ബ്ലഡ് വരുന്നുണ്ട്. അതേസമയം തന്നെ പെട്ടെന്ന് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ മാർക്കാണെങ്കിൽ ആ ഒരു വാമ്പയറിൻ്റെ ആ ഒരു ഇതിലൊക്കെ വന്നിട്ട് നമ്മുടെ ടോങ്ങിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഓടിപ്പോകാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം ടോങ് നീ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാർക്ക് വീണ്ടും ഓടിപ്പോകാനായിട്ട് പറഞ്ഞിട്ട് അവനെ തന്നെ കൺട്രോൾ ചെയ്ത് വെക്കുകയാണ്. കാരണം ഒരുപക്ഷെ ഇവനാണെങ്കിൽ ടോങ്ങിൻ്റെ ബ്ലഡ് കുടിക്കുക എന്തെങ്കിലും ചെയ്ത് പോകുമായിരിക്കും. അങ്ങനെ ടോങ്ങാണെങ്കിൽ പെട്ടെന്ന് എൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഓടി ലിഫ്റ്റിൻ്റെ അടുത്ത് വരുമ്പോൾ അതാണെങ്കിൽ ഓപ്പൺ ആവുന്നില്ല. അങ്ങനെ ആ സ്റ്റെപ്പ് വഴി താഴേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം മാർക്കും അങ്ങോട്ടേക്ക് സ്പീഡിന് എത്തുന്നുണ്ട്. എന്നാൽ ടോങ്ങിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ താര മാർക്കിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ മാർക്കിൻ്റെ ആ ഒരു വാമ്പയറിൻ്റെ ആ ഒരു ഇതൊക്കെ വന്നത് പഴയതുപോലെ ആയിട്ട് അവൻ നോർമൽ ആവുന്നുണ്ട്. അതേസമയം ടോങ്ങിനെ കാണിക്കുമ്പോൾ പേടിച്ചോടി അവനാണെങ്കിൽ ഇപ്പം നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോങ്ങാണെങ്കിൽ അങ്ങോട്ടേക്ക് എന്നിട്ട് അവിടെ നിന്ന് പോലീസിൻ്റെ അടുത്ത് സാർ എന്നെയാണെങ്കിൽ ഒരു വാമ്പയർ ഫോളോ ചെയ്ത് വരുന്നെന്ന് പറയാണ്. ആ സമയമാണ് എന്തുവാ വാമ്പയർ എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ വിശ്വസിക്കാൻ പാടാണെന്നറിയാം. എന്നാൽ അവൻ എന്നെ ഫോളോ ചെയ്ത് വരുക, അവൻ്റെ പേര് മാർക്കെന്നാ. അവനാണെങ്കിൽ എൻ്റെ ചോര കുടിക്കാൻ നോക്കാം. അവൻ പറഞ്ഞു എൻ്റെ ചോര ഭയങ്കര സ്പെഷ്യലാണെന്ന്, അതുകൊണ്ട് എല്ലാ വാമ്പയേഴ്സും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ചോരയ്ക്ക് വേണ്ടിയിട്ട് അടിയുണ്ടാക്കാണെന്നും പറഞ്ഞു. അവൻ്റെ കുടുംബം മൊത്തം വാമ്പയേഴ്സാണ്, അവനാണെങ്കിൽ എന്നെ കൊല്ലാൻ നോക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ആ പോലീസിനാണെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അതേസമയം വേറൊരു കേസ് വരുന്നതുകൊണ്ട് തന്നെ ആ പോലീസും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരെല്ലാം നീ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കേസിന് വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയം അവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾ വന്നിട്ട് നീ ഇപ്പോൾ പറഞ്ഞേക്കെ ഞാൻ കേട്ടു, ഞാൻ നിൻ്റെ കേസ് നോക്കാം, നീ ഇവിടെ അകത്ത് റൂമിൽ വന്നിരിക്കാൻ പറഞ്ഞിട്ട് അവനൊരു റൂമിൽ ഇരുത്തിയിട്ട് പോകുന്നുണ്ട്. അടുത്ത് താരേനെയും മാർക്കിനെയും കാണിക്കുമ്പോൾ താരയാണെങ്കിൽ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ കൺട്രോളുള്ള നിനക്ക് വരെ ഈ ഗോൾഡൻ ബ്ലഡിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുവാണ്. അതുകൊണ്ട് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ചുമതല ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കാൻ പോകണമെന്ന് പറയുന്നുണ്ട്. ആ സമയം മാർക്ക് പ്ലീസ് എനിക്കൊരൊറ്റ ചാൻസ് കൂടെ തരാനായിട്ട് പറയാണ്. വീണ്ടും അടുത്ത്
ടോങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ആ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയം ആ ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ്റെ അടുത്ത് നിൻ്റെ ചോര സ്പെഷ്യലാണെന്നല്ലേ പറഞ്ഞത്, എങ്ങനെ സ്പെഷ്യലാണ്, അത് കുടിച്ചാൽ എനിക്ക് പവർ കിട്ടോ, അതാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണോ, അതിൻ്റെ സ്മെല്ല് അടിപൊളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോങ്ങിന് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്, എന്നെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ ഇല്ല ഞാൻ ഇത് ചോദിക്കുന്നേ ഉള്ളൂ, നീ ഇവിടെ നിൽക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം തന്നെ അയാളാണെങ്കിൽ ഇവനെ കടിച്ചിട്ട് അവൻ്റെ ചോര കുടിക്കാൻ വരുന്നതുകൊണ്ട് തന്നെ ടോങ് പെട്ടെന്ന് അയാളെയും തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഓടുന്ന ടൈമിൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു ലേഡീനെ അറിയാൻ തട്ടുന്നുണ്ട്. ആ ലേഡീൻ്റെ അടുത്ത് ആ സമയം ടോങ് ആണെങ്കിൽ സോറി പറഞ്ഞിട്ട് പോവുകയാണ്. അവനെ ഫോളോ ചെയ്ത് വരുന്ന അയാളും ഈ ലേഡീനെ തട്ടുന്നുണ്ട്. ആ ലേഡിയുടെ തല വന്ന് അവിടെ സൈഡിലൊക്കെ ഇടിക്കുന്നുണ്ട്. ആ സമയം തന്നെ ടോങ് ആണെങ്കിൽ ഓടി ഓടി ഗോഡൗൺ പോലത്തെ ഏതൊരു റൂമിൻ്റെ അകത്ത് വന്ന് നിൽക്കുകയാണ്. അയാളും അങ്ങോട്ടേക്ക് കയറിയിട്ട് നീ പെട്ടു, ഇനി നീ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ ടോങ് ഒട്ടും തന്നെ ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിരിക്കുമ്പോൾ അവൻ്റെ ബ്ലഡിൻ്റെ സ്മെല്ല് വെച്ചിട്ട് അവൻ ഒളിച്ചിരിക്കുന്ന അടുത്ത് വന്നിട്ട് അവൻ അവിടെ നിന്ന് അയാൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ ബ്ലഡ് കുടിക്കാനായിട്ട് തുടങ്ങാൻ നോക്കുകയാണ്. ആ സമയം കറക്റ്റ് അങ്ങോട്ടേക്ക് മാർക്ക് വരുന്നുണ്ട്. അങ്ങനെ ടോങ്ങിൻ്റെ നിന്ന് പിടിയിട്ടിട്ട് മാർക്കും അയാളും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ലാസ്റ്റ് അയാളെ മാർക്ക് തോൽപ്പിക്കുന്നുണ്ട്. അയാളുടെ ബോധം പോയിട്ട് അയാൾ വീഴുന്നുണ്ട്. അതേ ടൈം തന്നെ ഈ ഫൈറ്റിൻ്റെ ഇടയിൽ അയാളൊരു പോലീസുകാരനായതുകൊണ്ട് തന്നെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് മാർക്കിനെ 5-6 തവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റ് കഴിയുമ്പോൾ മാർക്കും അങ്ങ് വീഴുന്നുണ്ട്. അതേസമയം ടോങ് പുറത്തേക്ക് വന്നിട്ട് മാർക്കിൻ്റെ അടുത്ത് മാർക്ക് നീ ഓക്കെ ആണോ, വാമ്പയേഴ്സ് മരിക്കത്തില്ല എന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പം നിനക്ക് എന്താ സംഭവിക്കുന്നത്, മാർക്ക് എഴുന്നേക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ മാർക്ക് കണ്ണു തുറക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ് അവൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് അവൻ്റെ ബ്ലഡ് മാർക്കിന് കൊടുക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെയെങ്കിലും അവൻ ഒന്ന് കണ്ണു തുറക്കട്ടെ എന്ന് എഴുതിയിട്ട്. ആ സമയം തന്നെ മാർക്കിന് ചെറുതായിട്ട് ബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ടോങ്ങിനെ തടഞ്ഞിട്ട് ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ ചോര കുടിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോങ് പിന്നെ എങ്ങനെ നിന്നെ ഓക്കെ ആക്കി എടുക്കുമെന്ന് ചോദിച്ചിട്ട് അവനാണെങ്കിൽ സങ്കടപ്പെടുവാണ്. ആ സമയം ടോങ്ങിൻ്റെ കണ്ണീര് മാർക്കിൻ്റെ മുഖത്തേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ തന്നെ മാർക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആവുന്നുണ്ട്. നോക്കുന്ന ടൈമിന് മാർക്കിൻ്റെ ആ മുറിവും എല്ലാം ഉണങ്ങിയിട്ടുണ്ട്. മാർക്കിന് ആദ്യം സ്മെല്ല് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നീട് ഇപ്പം ടോങ്ങിൻ്റെ ബ്ലഡ് കുടിച്ചതിന് ശേഷം ചെറുതായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ആ ഒരു സ്മെല്ല് ചെയ്യാനുള്ള പവർ മാർക്കിന് മൊത്തത്തിൽ കിട്ടിയെന്നാണ് തോന്നുന്നത്. കാരണം അവൻ്റെ മുറിവെല്ലാം ഉണങ്ങിയെങ്കിലും അവനിപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടോങ്ങിൻ്റെ അടുത്തേക്ക് ചാരി കിടപ്പുണ്ടായിരുന്നു. അതേസമയം ടോങ്ങിൻ്റെ സ്മെല്ല് അവന് കിട്ടിയിട്ട് നിൻ്റെ സ്മെല്ല് നല്ല അടിപൊളിയാണെന്ന് ടോങ്ങിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അതേസമയം ടോങ്ങിന് ഇവ എന്തൊക്കെയാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്നതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലൂടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.